Hi everyone. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റ് ആണുള്ളത്, ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റിൻ്റെ രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസെറ്റ്. അപ്പം ഇവിടെ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റിലുള്ള ടോട്ടൽ എമൗണ്ട്, അതായത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് നമുക്കറിയാം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ഫിനിഷ്ഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊക്കെയാണ് നമ്മളുടെ കറണ്ട് അസറ്റ്. അപ്പോൾ ആ കറണ്ട് അസറ്റിൽ മൊത്തം ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതായത് കറണ്ട് അസറ്റ് പൊതുവേ കറണ്ട് അസറ്റ് കൂടുതലും കറണ്ട് ലയബിലിറ്റി കുറവുമായിരിക്കും, അതാണ് നല്ല കണ്ടീഷൻ. അതിനെ പോസിറ്റീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ കറണ്ട് അസറ്റ് കുറവും കറണ്ട് ലയബിലിറ്റി കൂടുതലും ആയിരിക്കും. അപ്പം ഇതാണ് ബാലൻസ് ഷീറ്റ് കോൺസെപ്റ്റ്. അപ്പം ഇതിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി, ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് കൺസേണിൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ബാലൻസ് ഷീറ്റിൽ തന്നെ രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ആണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് ആണെങ്കിൽ സം ടോട്ടൽ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റിനെയാണ് പറയുന്നത്. അതായത് കറണ്ട് അസറ്റിലുള്ള മൊത്തം എമൗണ്ട് മാത്രമാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ എടുക്കുള്ളൂ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് കറണ്ട് അസറ്റിനെയും കറണ്ട് ലയബിലിറ്റിനെയും കൺസിഡർ ചെയ്യും. അതിൻ്റെ ഡിഫറൻസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഇസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം അത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഓർ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ടേക്കൺ ബൈ ഫേം ടു കംപ്ലീറ്റ് വൺ ചെയിൻ ഓഫ് ഓപ്പറേഷൻ. അതായത് ഒരു ചെയിൻ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടൈം ഡ്യൂറേഷനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ ചെയിൻ ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസിനെ എക്യുപ്മെന്റ്സിനെ മെഷീൻസിനെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റണം. അപ്പം ആദ്യം നേരിട്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കല്ല ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് വരും. അതായത് സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ടുമില്ല പക്ഷെ പണി പകുതി ആയി കഴിഞ്ഞ ഒരു സ്റ്റേജ് വരും. അപ്പോൾ ആ സ്റ്റേജിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. അവിടുന്ന് വീണ്ടും ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മളുടെ റോ മെറ്റീരിയൽസ് ആദ്യം വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, വർക്ക് ഇൻ പ്രോഗ്രസ് വീണ്ടും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറി. അപ്പം ഈ ഒരു സ്റ്റേജിനെയാണ് പറയുന്നത് ഇൻവെന്ററി കൺവേർഷൻ. ഈ ഒരു പീരീഡിനെയാണ് പറയുന്നത് ഇൻവെന്ററി കൺവേർഷൻ പീരീഡ്. അപ്പം ഇൻവെന്ററി കൺവേർഷൻ പീരീഡിൽ 3 എണ്ണമാണുള്ളത്: റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്, വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കൺവേർഷൻ പീരീഡ്. എന്നിട്ട് നമ്മൾ ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ ഉണ്ടാക്കിയ സാധനം, ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് അത് വിൽക്കുക, മാർക്കറ്റിൽ അത് വിൽക്കുകയാണ് ചെയ്യേണ്ടത്. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. അപ്പം മൊത്തമായിട്ട് ക്യാഷ് സെയിൽസ് നടത്താൻ സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും നടക്കുക. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്ത് മൊത്തം ക്യാഷ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല, അതിനൊരു കാലാവധി ഉണ്ടാവും. ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ക്യാഷ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈം എത്രയാണോ അതിനുശേഷം ക്യാഷ് നമ്മൾ കളക്ട് ചെയ്യും. അതിൻ്റെ മുന്നേ വരെ, അതായത് നമുക്ക് ഒരു കാലാവധിയിൽ ക്രെഡിറ്റ് സെയിൽസിനാണ് സാധനം വിൽക്കുന്നതെങ്കിൽ അവിടെ സൺട്രി ഡെറ്റേഴ്സ് ഉണ്ടാവും. അതായത് നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെയാണ് പറയുന്നത് സൺട്രി ഡെറ്റേഴ്സ്. ക്രെഡിറ്റ് സെയിൽസ് നടത്തി കഴിഞ്ഞ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് പൈസ കിട്ടാനുണ്ട്, അവരെയാണ് നമ്മൾ പറയുന്നത് സൺട്രി ഡെറ്റേഴ്സ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാഷ് കളക്ട് ചെയ്യാണ്, കമ്പനി ക്യാഷ് കളക്ട് ചെയ്യാണ്. അപ്പം ആ ഒരു പീരീഡിനെയാണ് പറയുന്നത് ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡ്. അതായത് ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് ആക്കി മാറ്റുന്ന ആ ഒരു പീരീഡ്, ക്യാഷ് നമ്മൾ കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു ടൈമിനെയാണ് പറയുന്നത് ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡ്. അപ്പം ഇതാണ് ഒരു ചെയിൻ ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഈ ക്യാഷ് വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും, അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറും, വീണ്ടും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി മാറും, സൺട്രി ഡെറ്റേഴ്സ് ആയി മാറും, വീണ്ടും ക്യാഷ് ആയി മാറും. അപ്പോൾ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത്.
അപ്പം ഇതിൽ പറയുന്നത് നമ്മളിങ്ങനെ ഓരോ ഓപ്പറേഷനും കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ആ ടൈമിൽ നമുക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കും. അപ്പോൾ നെഗോഷ്യബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആ സമയത്ത് അതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ചില സമയത്ത് നമുക്ക് നെഗോഷ്യബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇപ്പം ഒരു സാധനം ഒരു റോ മെറ്റീരിയൽ എപ്പം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു, അതെപ്പം ക്യാഷ് ആയി കഴിഞ്ഞു, ആ ഒരു പീരീഡാണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ആ ഒരു ടൈം ഡ്യൂറേഷൻ ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ പറയുന്നത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ചിലപ്പം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ബേസിസിലായിരിക്കും. അപ്പം നമുക്ക് നമ്മളുടെ സൺട്രി ക്രെഡിറ്റേഴ്സിന് കമ്പനിയുടെ സൺട്രി ക്രെഡിറ്റേഴ്സിന് എന്തായാലും ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം അത് ഡിലേ ആക്കാൻ നോക്കും അല്ലേ. കാരണം നമുക്ക് പേയ്മെന്റ് പൊതുവെ ചെയ്യുന്നതാണ്, നമുക്ക് പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അപ്പം സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ വിതിൻ 1 പീരീഡ് ഓഫ് ടൈം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മളത് കുറച്ച് ടൈം ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് ഈ എമൗണ്ട് റിയലൈസ് ചെയ്യുന്നത് വരെ, അതായത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ക്യാഷായി മാറി നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തുന്നവരെ നമ്മൾ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു പീരീഡ് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അതായത് പേയബിൾ ഡെഫറൽ പീരീഡും കൂടി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റിൽ കണ്ടുപിടിക്കണം. അപ്പം ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് പേയബിൾ ഡെഫറൽ പീരീഡ് ആണ്. അപ്പം അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് കിട്ടും. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ വെച്ചിട്ടാണ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. ആ കോൺസെപ്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. ഇവിടെ ഞാൻ പറഞ്ഞു ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പം ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി കൺവേർഷൻ പീരീഡ് പ്ലസ് ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചെയിൻ ഓഫ് ഓപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. അതിലാദ്യം ഇൻവെന്ററി കൺവേർഷൻ പീരീഡ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡും കണ്ടുപിടിക്കുക. അപ്പൊ ഇൻവെന്ററി കൺവേർഷൻ പീരീഡിൽ തന്നെ 3 എണ്ണം വരുന്നുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞു റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയി, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി. അപ്പൊ ആ 3 സ്റ്റേജ് അവിടെ വരുന്നുണ്ട്. 3 സ്റ്റേജിലും കൺവേർഷൻ വരുന്നുണ്ട്, 3 സ്റ്റേജിലും പീരീഡ് വരുന്നുണ്ട്, കൺവേർഷൻ പീരീഡ് വരുന്നുണ്ട്. അതിന് മൊത്തമായിട്ടാണ് ഇൻവെന്ററി കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററി കൺവേർഷൻ പീരീഡിൽ വരുന്ന ആദ്യത്തത് റോ മെറ്റീരിയൽ കൺവേർഷൻ പീരീഡ്, രണ്ടാമത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് കൺവേർഷൻ പീരീഡ്, മൂന്നാമത്തത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൺവേർഷൻ പീരീഡ്. ഇത് 3ഉം കൂടിയാണ് ഇൻവെന്ററി കൺവേർഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കൂടെ നമുക്ക് ഇപ്പം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കൺവേർഷൻ പീരീഡ് വരെ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്, ഡെറ്റേഴ്സിന്റെ കയ്യിൽ ഡെറ്റേഴ്സായി മാറ്റി കഴിഞ്ഞു, ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് നമുക്ക് വേണം. അപ്പം ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്ന ആ ഒരു പീരീഡ്, അപ്പം ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡ് ആണ് അടുത്തത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇൻവെന്ററി കൺവേർഷൻ പീരീഡും ഡെറ്റേഴ്സ് കൺവേർഷൻ പീരീഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതിൻ്റെ അകത്തുനിന്ന് പേയബിൾ ഡെഫറൽ പീരീഡ് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ Payable deferral period means length of time that firm is able to defer the payment on റിസോഴ്സ് പർച്ചേസ്ഡ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത റിസോഴ്സസിൻ്റെ മുകളിൽ നമ്മൾ ഡെഫർ ചെയ്യുന്ന പീരീഡാണ്. ആ ലെങ്ത്തിനെയാണ് പറയുന്നത്. നമ്മൾ എത്രത്തോളം പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു പീരീഡിനെയാണ് പറയുന്നത് പേയബിൾ ഡെഫറൽ പീരീഡ്. അപ്പം നമ്മളുടെ ഗ്രോസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മൈനസ് പേയബിൾ ഡെഫറൽ പീരീഡ്, അതായിരിക്കും നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലെങ്ത് നോക്കിയിട്ട് ആ ടൈം ഡ്യൂറേഷൻ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ വേണ്ടയോ, നെഗോഷ്യബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര ആവശ്യമുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ കോൺസെപ്റ്റിനെയാണ് പറയുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓർ സർക്കുലർ ഫ്ലോ കോൺസെപ്റ്റ്.